നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് നിന്റെ മനസ്സിൽ ശരിക്കും നടക്കുന്നേ? ചോദിച്ച് ഞങ്ങൾ മടുത്തല്ലോ. മോനെ, നിന്റെ പ്രവൃത്തികളെ കുറിച്ച് അഭിമാനത്തോടെ ചിന്തിക്കുന്നവനാ ഞാൻ. പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി, ഒരു പെണ്ണിനെ വേദനിപ്പിക്കുന്നത് നമ്മുടെ കാർന്നോമാരായിട്ട് പോലും പൊറുക്കില്ല. എനിക്കത് തീരെ പറ്റില്ല. പ്രിയങ്കയോട് നിനക്ക് എന്താ വിരോധം? എന്താ കാരണം? അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛാ, കണിമംഗലത്തിന് നീ യോഗ്യല്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് അച്ഛൻ പറഞ്ഞ ഒരു പരാതിയില്ലാതെ ഞാൻ പോയിക്കോളാം. ഈ അഭിനയം നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വരുൺ, അഹങ്കാരം കാണിക്കുന്നത് എന്റെ മുമ്പിൽ വെച്ച് വേണ്ട. എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാതെ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ പറയാം. പ്രിയങ്കയുടെ കാര്യത്തിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്താ പറയുന്നില്ലേ? എനിക്കൊന്നും പറയാനില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, എല്ലാം നിമിഷ നേരത്തിനുള്ളെന്ന്. അച്ഛനെയും അമ്മയും കുടുംബക്കാരെയും ഒക്കെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. അച്ഛനും അമ്മയ്ക്കും മനസ്സിലായില്ലേ? ഇപ്പൊ ഈ മുണ്ടും ഷർട്ടും എടുത്ത് വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നും പറയില്ലായിരുന്നു. കാരണം എല്ലാം സഹിക്കുന്ന കൂട്ടത്തില് ഇതും കൂടി അങ്ങ് സഹിച്ചാ മതിയായിരുന്നല്ലോ. പോട്ടെ മോളെ, അവന്റെ മനസ്സ് പതുക്കെ പതുക്കെ ശരിയായി വരുന്നുണ്ടത് നീ അമ്മയോട് പറഞ്ഞല്ലേ? അതെ അമ്മ. പക്ഷെ മോളെ, കണിമംഗലത്തേക്ക് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവളെ ഈ വീട്ടിലെ അവകാശിയാക്കിക്കൊണ്ട് തന്നെയാ. നീ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ അവകാശി തന്നെയാ. വരുണിന്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ച വന്നാലും അച്ഛനും അമ്മയും നിനക്ക് നൽകുന്ന സ്ഥാനം മാറില്ല. എല്ലാം നമുക്ക് പരിഹരിക്കാം മോളെ. വാ. ശരി മോളെ. മാത്രം താൻ എന്നെ അകറ്റാൻ ശ്രമിക്കുന്നു, അത്രയ്ക്ക് ഞാൻ ഇവരുടെ മനസ്സിൽ പിടിച്ചു കയറും. നോക്കിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.